സോ ഗൈസ്, ഇതിന് മുന്നേ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ, ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ നമ്മളിങ്ങനെ ക്ലാസ്സിൻ്റെ അകത്തിരിക്കുമ്പോഴും പുറത്തിരിക്കുമ്പോഴൊക്കെ നമ്മൾ ഈ എയറോപ്ലെയിൻ്റെയും ഹെലികോപ്റ്ററിൻ്റെയൊക്കെ സൗണ്ട് കേൾക്കുമ്പോഴേ നമ്മളിങ്ങനെ പുറത്തേക്ക് നമ്മൾ കൗതുകത്തോടെ നമ്മൾ നോക്കിയിട്ടുണ്ട്. പുറത്താണെങ്കിൽ ഈവൻ ചുട്ടുപൊടുന്ന വെയിലത്താണെങ്കിൽ നമ്മളിങ്ങനെ ആകാശത്ത് നോക്കിയിട്ട് തന്നെ നമ്മളൊരു കൗതുകത്തോടെ നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഹെലികോപ്റ്റർ, എയറോപ്ലെയിൻ അല്ല, ഹെലികോപ്റ്റർ നമുക്ക് ദൈവാനുഗ്രഹം കൊണ്ട് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. നിങ്ങൾ കാണാൻ വേണ്ടി പറ്റും. 1:3 സ്കെയിലിൽ വരുന്ന ഒരു ഹെലികോപ്റ്റർ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ഗൈറോ സ്റ്റെബിലൈസ്ഡ് ഹെലികോപ്റ്റർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ആദ്യം നമ്മൾക്ക് ഇതിൻ്റെ അകത്ത് ഒരു യൂസർ മാനുവൽ ഗൈഡ് ഇതിൻ്റെ അകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. ഇനി അത് മാറ്റി നിർത്തി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ചാർജിനും ക്ലീഷേ സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പ്രൊഡക്റ്റിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഹെലികോപ്റ്റർ. നിങ്ങൾ കാണാൻ വേണ്ടി പറ്റും. അത്യാവശ്യം എന്താ പറയുക, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു ഹെലികോപ്റ്റർ പറപ്പിച്ചിട്ടില്ല, ഇപ്പോൾ പറപ്പിച്ച് നോക്കണം. ഇതാണ് നമ്മുടെ ഹെലികോപ്റ്റർ. സോ ഇത് ഗൈറോ സ്റ്റെബിലൈസ്ഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഇത് സ്റ്റെബിലൈസേഷനായിട്ട് ബന്ധപ്പെട്ട് പറക്കുന്ന സമയത്തുള്ള കാര്യങ്ങളാണെന്ന് തോന്നുന്നു. സോ ഇതാണ് നമ്മുടെ ഹെലികോപ്റ്റർ. ഇതിൻ്റെ അകത്ത് ഇവിടെ നിങ്ങൾ കാണാനായിട്ട് ഫാൻ വരുന്നുണ്ട്, ഈ ഭാഗത്തും ഫാൻ വരുന്നുണ്ട്. ഇനി ഇത് പ്ലാസ്റ്റിക് ആണ്, പക്ഷെ വലിയ വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും അത്യാവശ്യം ഒരു ക്വാളിറ്റി നമുക്ക് ഇതിൻ്റെ അകത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഒട്ടും മോശമല്ല. അത്തരത്തിലുള്ള രീതിയിലാണ് ഇവർ എന്താ ചെയ്തിരിക്കുന്നത്. ഇനി എപ്പോഴും ഞാൻ വേറൊരു കാര്യം, ഇത്തരത്തിലുള്ള ടോയ്സുകളൊക്കെ യൂട്യൂബിലൊക്കെ കാണുമ്പോഴും നമ്മൾ കൗതുകത്തോടെ നോക്കുന്നൊരു സംഭവമാണ് ഈ റിമോട്ട്. കാറിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് ഇതിൻ്റെ റിമോട്ടും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നത്. ഈ പറയുന്ന ബട്ടൺസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ സാധനം. ഇത് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇത്തരത്തിലുള്ള RC ഹെലികോപ്റ്റർ മാത്രമല്ല, RC എയറോപ്ലെയിനും കൂടാതെ RC ബോട്ടും നമ്മുടെ വെബ്സൈറ്റിനകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. uclick.in എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. കൂടാതെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഹെലികോപ്റ്റേഴ്സ് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ വഴി നിങ്ങളൊന്ന് മെസ്സേജ് അയയ്ക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി ഒന്ന് DM ആയിട്ട് അയയ്ക്കുക. അപ്പോൾ ഞാനിതൊന്ന് പറപ്പിച്ചിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം.